മോട്ടറോളയുടെ മോട്ടറോള എഡ്ജ് 50 ന്യൂ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 50 ന്യൂ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട്. പിന്നെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. POLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. വെയിറ്റ് വരുന്നത് 171 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഫോണാണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇത് ബിൽഡ് ക്വാളിറ്റിക്കൊക്കെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ജംഗിൾ ഗ്രീൻ, പീച്ച് ഫസ്റ്റ്, അതുപോലെ തന്നെ കോല ഗ്രേ എന്നീ കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള തിരക്കേടില്ലാത്ത ഒരു 5G പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസായിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സോണി LYT700Cയുടെ സെൻസറാണ്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 10 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ക്യാമറയിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാം. ബാറ്ററിയുടെ കാര്യത്തിൽ 4310 mAhൻ്റെ ബാറ്ററി വരുന്നുള്ളൂ. ബാറ്ററി കപ്പാസിറ്റി കുറച്ചൊന്ന് കുറവാണ്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 499 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 46,300 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. ഒരു പ്രോസസ്സർ. പിന്നെ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് എന്ന് പറയാവുന്നതാണ്. ബാറ്ററി സെറ്റപ്പും തിരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്നുണ്ടെങ്കിലും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. കാരണം മോട്ടറോള എഡ്ജ് 50 എന്നുള്ള സ്മാർട്ട് ഫോൺ തന്നെ നമുക്ക് 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില അതിലും താഴെയായിരിക്കും വരിക. അപ്പോൾ മോട്ടറോള എഡ്ജ് 40 ന്യൂ എന്ന സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ സക്സസറായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 23,000 to 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മിക്കവാറും ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും മോട്ടറോള എഡ്ജ് 50 ന്യൂ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.